കുട്ടിക്കാലത്ത് മുതിർന്നവരിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു മികച്ച ഉപദേശമായിരിക്കും അപരിചിതരുമായിട്ട് കൂട്ടുകൂടുമ്പോൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നുള്ളത്. പക്ഷേ മുതിർന്നു കഴിഞ്ഞിട്ടും ആ ഒരു ധാരണയാണ് നാം വെച്ചു പുലർത്തുന്നതെങ്കിൽ അത് ഒരു തികഞ്ഞ മണ്ടത്തരമാണ്. കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്താണ് അവന്റെ സൗഹൃദം. എങ്ങനെയാണ് നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത്? അപരിചിതരായ മനുഷ്യരെ നാം പരിചയപ്പെടുന്നു. അവരുടെയും നമ്മുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ തമ്മിൽ യോജിക്കുന്നതാണെങ്കിൽ നാം അറിയാതെ ആ പരിചയം ഒരു സൗഹൃദത്തിലേക്ക് വളരുന്നു. ഇന്ന് നിങ്ങൾ സുഹൃത്തുക്കളാക്കി വെച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും ഇന്നലകളിൽ നിങ്ങൾക്ക് അപരിചിതരായിരുന്നു. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ആണ് അവര് നമ്മുടെ പരിചയക്കാരായിട്ട് മാറിയതും ആ പരിചയം വളർന്ന് സൗഹൃദത്തിലേക്ക് എത്തിയതും. അങ്ങനെ നമുക്ക് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അപരിചിതരോട് സംസാരിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം. അപരിചിതരെ പരിചയക്കാരാക്കാനും ആ പരിചയത്തിൽ നിന്നും നല്ല വ്യക്തികളെ സുഹൃത്തുക്കളാക്കി മാറ്റാനുമുള്ള ഒരു സ്കില്ല് നാം വളർത്തിയെടുക്കുക തന്നെ വേണം. എന്തൊക്കെയാണ് അപരിചിതരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതിനകത്ത് ഏറ്റവും ആദ്യം വേണ്ടുന്ന ഒരു കാര്യം ജെന്യുവനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് മറ്റു മനുഷ്യരോട് വേണം എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ് എന്ന് ചിന്തിക്കുക. ആ ബസ്സിൽ നിങ്ങൾക്ക് ആദ്യമേ സീറ്റ് കിട്ടി, നിങ്ങളവിടെ ഒരു സൈഡ് സീറ്റ് ഒക്കെ കിട്ടി സന്തോഷവാനായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ നിങ്ങളുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് എത്തി. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ആ മനുഷ്യനോട് സമീപിക്കാം. ഒന്ന്, യാതൊരു താല്പര്യവും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ഇരിക്കുന്ന അതേ പൊസിഷനിൽ വേറൊരു മനുഷ്യൻ വന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ തികഞ്ഞ അഹങ്കാരത്തോടു കൂടി ഇരിക്കാം. മറ്റൊരു മാർഗം കൂടിയുണ്ട്. ആ കടന്നു വരുന്ന മനുഷ്യനെ നോക്കി ഒന്ന് ചിരിച്ച് അല്പം നിങ്ങളൊന്ന് ഒതുങ്ങിയിരുന്ന് അദ്ദേഹത്തിന് കൂടി ഇരിക്കാനുള്ള ഒരവസരം കൊടുത്താൽ അത് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒരു നല്ല വശമാണ്. തീർച്ചയായിട്ടും ആ മനുഷ്യനും തിരിച്ച് നിങ്ങൾക്കൊരു പുഞ്ചിരി തന്ന് സന്തോഷവാനായി നമ്മുടെ അടുത്തിരിക്കും. ഇനി ആ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കണം. അപരിചിതനെ സുഹൃത്താക്കി മാറ്റുന്ന മാർഗത്തിന്റെ രണ്ടാമത്തെ ഘട്ടം. ആ ഘട്ടം എന്താണ്? ഐസ് ബ്രേക്കിംഗ് ആണ്. രണ്ടുപേരുടെയും ഇടയിൽ ഒരു മഞ്ഞുമലയുണ്ട്. അപരിചിതനും നമ്മളും തമ്മിൽ ഒരു അകൽച്ചയുണ്ട്. അത് ഇല്ലാതാക്കണം. അവിടെ അത് ഇല്ലാതാക്കാനുള്ള ആയുധം എന്ന് പറയുന്നത് സംഭാഷണമാണ്. എങ്ങനെയാണ് സംഭാഷണം ആരംഭിക്കേണ്ടത്? നാം തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. ഒരിക്കലും ആ വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് സംഭാഷണം ആരംഭിക്കരുത്. പേരെന്താണ്, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഒരിക്കലും നാം ആദ്യം ചോദിക്കരുത്. പകരം രണ്ടു കൂട്ടർക്കും താല്പര്യമുള്ള പൊതുവായിട്ടുള്ള ഒരു വിഷയം അവിടെ സംഭാഷണത്തിന് വേണ്ടിയിട്ട് നാം തിരഞ്ഞെടുക്കണം. ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം, ഇന്ന് തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്കൂൾ കോളേജ് ടൈം ആയതുകൊണ്ട് ഇന്ന് വളരെ തിരക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം അദ്ദേഹം പറയും. അതുപോലെ ഏതൊരു സ്ഥലത്ത് വെച്ച് ഒരു അപരിചിതനോട് സംസാരിക്കുമ്പോഴും കാലാവസ്ഥാ സംബന്ധമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ചൂട് കൂടുതലാണ്, മഴ പെയ്തിട്ടും ചൂടുണ്ട്, അല്ലെങ്കിൽ വളരെ തണുപ്പുണ്ട്, ഇന്ന് വളരെ പെട്ടെന്ന് സന്ധ്യയാകുന്നതായിട്ട് തോന്നുന്നു, അങ്ങനെയൊക്കെ പൊതുവായിട്ടുള്ള ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി എടുത്താൽ തീർച്ചയായിട്ട് അവർക്കും സംസാരിക്കാനുള്ള താല്പര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു വസ്തുതയാണ് അവർക്ക് നമ്മളോടുള്ള താല്പര്യം. അവര് സംസാരിക്കുന്നുണ്ടോ? നാം പറഞ്ഞ പോലെ നാം തുടങ്ങി വെച്ച സംഭാഷണം അവർ തുടരുന്നുണ്ടോ? അവർ സംസാരപ്രിയരാണോ? നമ്മളെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മളുടെ സംസാരം അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതൊക്കെ അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പരമാവധി അവർക്ക് സംസാരിക്കാനുള്ള അവസരമാണ് നാം കൊടുക്കേണ്ടത്. അവിടെ നാം സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നാം പറയാറില്ലേ? നമ്മെ കാണുന്ന അവസരത്തിൽ, സംസാരിക്കുന്ന സമയത്തിൽ ആ ഒരു തുടക്കത്തിൽ തന്നെ നമ്മളെപ്പറ്റി നല്ലൊരു കാഴ്ചപ്പാട് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകണം. അവിടെ അഭിസംബോധനയ്ക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട്. നിങ്ങളൊരു മനുഷ്യനെ എന്താണ് സംബോധന ചെയ്യുന്നത്, അത് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം ഉണ്ടാക്കുകയും നിരാശ ഉണ്ടാക്കുകയും ചെയ്യും. ഒരിക്കലും ഒരു വ്യക്തിയുടെ രൂപം കണ്ട്, അദ്ദേഹത്തിന്റെ ഭാവം കണ്ട്, വേഷവിധാനങ്ങൾ കണ്ട് അല്ല അദ്ദേഹത്തെ നാം വിലയിരുത്തരുത്. കഷണ്ടിയോ നരയോ ഉള്ള ഒരു വ്യക്തിയെ കണ്ടിട്ട് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ആദ്യമേ ചാടി കയറി അങ്കിൾ എന്നോ, അല്പം തടിച്ച ശരീരപ്രകൃതമുള്ള ഒരു സ്ത്രീയെ പരിചയപ്പെടുമ്പോൾ കയറി ആന്റി എന്നൊന്നും വിളിക്കരുത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല. ഒരുപക്ഷെ നിങ്ങൾ അങ്കിൾ എന്നോ ആന്റി എന്നോ ഒക്കെ വിളിക്കുന്ന വ്യക്തി നിങ്ങളെക്കാൾ പ്രായത്തിൽ ഇളയതായിരിക്കും. അതുപോലെ തന്നെയാണ് ചിലരെ കാണുമ്പോൾ അവര് വളരെ കുറഞ്ഞ ജോലി ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ് എന്ന് ചിന്തിക്കരുത്. ഞങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ കാര്യം പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സുഹൃത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മറ്റൊരു സുഹൃത്ത് വന്നു. ആ സമയത്ത്
എൻ്റെ കൂടെ സംസാരിച്ചു കൊണ്ടിരുന്ന ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടർ ആ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആ ആളിൻ്റെ അടുത്ത്, സുഹൃത്തിനോടൊപ്പം വന്ന ആളിൻ്റെ അടുത്ത് പേരൊക്കെ ചോദിച്ചു. എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ കോളേജിലാണ് എന്ന് മറുപടി പറഞ്ഞു. എടുത്ത വായിൽ ഈ ഡോക്ടർ ചോദിക്കുകയാണ്, പിയൂണാണോ എന്ന്, അറ്റൻഡറാണോ, പിയൂണാണോ കോളേജിലെന്ന്. ആ മനുഷ്യന്റെ മുഖം വളരെയധികം നിരാശയിലേക്ക് പോയി. സുഹൃത്താണ് മറുപടി പറഞ്ഞത്, അല്ല കോളേജ് പ്രൊഫസറാണ് എന്ന്. ഡോക്ടർക്ക് അടി കിട്ടിയ പോലെയായി. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് സംഭാഷണം തുടങ്ങേണ്ടത് എന്ന് ആ ഡോക്ടർക്ക് അറിയില്ല എന്ന് അവിടെ നിന്ന ഞങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും വളരെ പെട്ടെന്ന് വ്യക്തമായി. അതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ വേഷം കണ്ടോ രൂപം കണ്ടോ നമ്മൾ അവരെ പറ്റി നമ്മുടെ ഒരു കാഴ്ചപ്പാട് രൂപം കൊള്ളരുത്. വ്യക്തിത്വം മനസ്സിലാക്കി വേണം നാം മറ്റൊരു മനുഷ്യന് ബഹുമാനം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് നാം ഒരു അപരിചിതനെ പരിചയപ്പെടുമ്പോൾ അവരുടെ കൂടെയുള്ള വ്യക്തികളുടെ ബന്ധങ്ങൾ അത് നാം ഒരു ഊഹം വെച്ച് ചോദിക്കരുത്. ഒരാള് അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്ത്രീയെ കാണുമ്പോൾ അമ്മയാണോ എന്ന് ആദ്യമേ കയറി ചോദിക്കരുത്. അപ്പോൾ ആ ആള് പറയുകയാണെന്ന് കരുതുക, അല്ല എൻ്റെ ഭാര്യയാണ്. എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? ആ സ്ത്രീക്ക് എന്തുമാത്രം വെറുപ്പും വിദ്വേഷവും നമ്മളോട് തോന്നും ആ ഒറ്റ ചോദ്യം കൊണ്ട്. അതുകൊണ്ട് കൂടെയുള്ളത് ആരാണ് എന്നാണ് ചോദിക്കേണ്ടത്, അല്ലാതെ അമ്മയാണോ, മകളാണോ, അച്ഛനാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നാം നമ്മളുടെ ഒരു ഊഹം വെച്ച് ചോദിക്കരുത്. അങ്ങനെ ആദ്യം തന്നെ പെരുമാറ്റത്തിൽ ഒരു കല്ലുകടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സംഭാഷണത്തില് അവർക്ക് സംഭാഷണം നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അവർ പറയുന്ന കാര്യങ്ങളിൽ താല്പര്യം കാണിക്കണം, ജെന്യുവിനായിട്ടുള്ള ഇൻട്രസ്റ്റ് തന്നെ കാണിക്കണം. രാഷ്ട്രീയക്കാർ കാണിക്കുന്ന സ്നേഹം കാണിക്കരുത്. ഇലക്ഷൻ സമയം വരുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഭയങ്കര സ്നേഹമാണ്. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞ് വോട്ടർമാരെ നോക്കില്ല. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള താല്പര്യമല്ല നാം കാണിക്കേണ്ടത്. അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി താല്പര്യം കാണിക്കുകയും അവരുടെ സംഭാഷണം കൂടുതൽ ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന രീതിയിൽ ഉള്ള പ്രോത്സാഹനം നാം കൊടുക്കുകയും ചെയ്യണം. എന്തുകൊണ്ടാണ് അത് ചെയ്യണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ ഏറെക്കുറെ ആ വ്യക്തിയുടെ വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപരിചിതരെ പരിചയപ്പെടുമ്പോൾ അവരെങ്ങനെയുള്ളവരാണെന്ന് തിരിച്ചറിയാനുള്ളൊരു മാർഗമാണ് അവരുടെ സംഭാഷണം നാം ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇത്രയും ഘട്ടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ പറയുന്ന വ്യക്തി നമ്മളോട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യസന്ധം ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ എൻ്റെ തന്നെ മറ്റൊരു അനുഭവം പറയാം. ഒരു ട്രെയിൻ യാത്രയിൽ ഒരു ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞത് IAS ട്രെയിനി ആണെന്നാണ്. എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പരൊക്കെ വാങ്ങി. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ അദ്ദേഹത്തെ ഒരു മെസ്സേജ് അയച്ചു. കാരണം നമ്മൾ വിളിക്കുന്നത് തെറ്റാണല്ലോ. അപ്പോൾ നല്ല ഇംഗ്ലീഷിലാണ് അദ്ദേഹം തിരിച്ചെനിക്ക് മറുപടി അയച്ചത്, ബിസിയാണ് ബ്രോ, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ വിളിക്കാമെന്ന്. എനിക്കപ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം കുറച്ചുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പത്രത്തിലും TV-യിലും ഒരു വാർത്ത കണ്ടു, IAS കാരനാണ് എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്തുന്ന ഒരാളെ പോലീസ് പിടികൂടിയെന്ന്. ഞാൻ പരിചയപ്പെട്ട അദ്ദേഹം ഒരു തട്ടിപ്പുകാരനായിരുന്നു. എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ഒരു തട്ടിപ്പ് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള സാമ്പത്തികം എനിക്കില്ലെന്ന് തോന്നിയത് കൊണ്ടാകാം അദ്ദേഹം എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാതിരുന്നത്. വലിയ വലിയ ആൾക്കാരെടുത്ത് IAS കാരനാണെന്ന് പറഞ്ഞിട്ട് പോയി പറ്റിപ്പ് നടത്തുന്ന ഒരു തട്ടിപ്പുകാരനായിരുന്നു അദ്ദേഹം. അപ്പോൾ നാം അപരിചിതരെ പരിചയപ്പെടുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചതികൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നാം ഒരു തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ് അവസാനമായിട്ട് ചെയ്യേണ്ടത്. അവരും നമ്മളെപ്പോലെ സത്യസന്ധമായിട്ടാണ് നമ്മളോട് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ, നല്ല വ്യക്തിത്വങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പരിചയം സൗഹൃദത്തിലേക്ക് നാം വളർത്തുക. ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സൗഹൃദം തന്നെയാണ്. കാരണം ഏതൊക്കെ അവസരത്തിൽ എങ്ങനെയാണ് മറ്റൊരു മനുഷ്യൻ നമ്മളെ സഹായിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വഴിയാത്രക്കാരന് എങ്ങനെയാണോ ഒരു മരം തണലേകുന്നത്, അതുപോലെയാണ് നല്ല സൗഹൃദങ്ങൾ. അപ്പോൾ തീർച്ചയായും അപരിചിതരെ പരിചയപ്പെടാനും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് നല്ല ഒരു പിക്ചർ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും സാധിച്ചാൽ ധാരാളം നല്ല സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ ആ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് തുണയായി ഭവിക്കുകയും ചെയ്യും.